നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പട്ടയ വിതരണത്തിൽ സർക്കാർ ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിയെന്ന് മന്ത്രി കെ രാജൻ. മണക്കാട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് മന്ദിരം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് യൂണിയൻ ഇടുക്കി ജില്ലാ SSK ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മേരി ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണ കമ്മീഷനെ വെക്കാത്തതിൽ പ്രതിഷേധിച്ച് KPST ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ബാങ്കിംഗ് ഇൻഷുറൻസ് മേഖലയിലെ ജീവനക്കാർ സംയുക്ത പ്രതിഷേധ ധർണ നടത്തി. കോതമംഗലം താലൂക്കിലെ 8 പട്ടയാപേക്ഷകൾക്ക് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റിയുടെ അംഗീകാരം. താലൂക്ക് ഓഫീസിൽ ചേർന്ന ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി യോഗത്തിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. വാർത്തകൾ വിശദമായി. പട്ടയ വിതരണത്തിൽ സർക്കാർ ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിയെന്ന് മന്ത്രി കെ രാജൻ. മണക്കാട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് മന്ദിരം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണക്കാട് വില്ലേജ് ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ PJ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ BN സിനിമോളെ ADM ഷൈജു P ജേക്കബ് ആദരിച്ചു. കേരളത്തിലെ എല്ലാവർക്കും ഭൂമിയുടെ ഉടമസ്ഥത ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച പട്ടയ മിഷൻ സംസ്ഥാനത്ത് പട്ടയ വിതരണത്തിൽ മികച്ച ഇടപെടൽ നടത്തിയെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. മണക്കാട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് മന്ദിരം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 9 വർഷക്കാലം കൊണ്ട് 4 ലക്ഷത്തിലേറെ ഭൂവുടമകളെ സംസ്ഥാനത്തുണ്ടാക്കാൻ റവന്യൂ വകുപ്പിനായി എന്നത് ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യത്തോടെ കേരളത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപകമാകുന്ന ഒരു ഘട്ടമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ റവന്യൂ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായി കേരളത്തിൽ എല്ലാവർക്കും ഭൂമിയുടെ ഉടമസ്ഥരാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച പട്ടയ മിഷൻ കേരളത്തിൽ നിലവിൽ ഇവിടെ MLA പ്രവർത്തനം നടത്തിയതുപോലെ 140 നിയോജക മണ്ഡലങ്ങളിലും MLA-മാർ അധ്യക്ഷന്മാരായി പഞ്ചായത്ത് മെമ്പർമാർ വരെയുള്ള 9 അംഗങ്ങളെയും ജനപ്രതിനിധികളെയും വിളിച്ചു ചേർത്തുകൊണ്ട് പട്ടയ അസംബ്ലികൾ നടത്തി അവിടെ ഓരോ പ്രദേശത്തെയും ഇനി കൊടുക്കാനുള്ള വ്യക്തികളുടെ കൂട്ടമായ പട്ടയങ്ങളുടെ എണ്ണമെടുത്ത് ആ പട്ടയം വിതരണം ചെയ്യുന്നതിനുള്ള തടസ്സമെന്ത് എന്ന് പരിശോധിച്ച് ജില്ലയിലോ താലൂക്കിലോ തീരാത്ത പ്രശ്നങ്ങളാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വിധത്തിൽ ശ്രദ്ധേയമായ ഒരു ഇടപെടൽ പട്ടയ മിഷൻ എന്ന ആശയം കൊണ്ട് നടപ്പിലാക്കുന്നത്. PJ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. കൃഷിനാശം സംഭവിക്കുമ്പോൾ അവിടെയെല്ലാം ഓടിയെത്തി ഗവൺമെന്റ് റിപ്പോർട്ട് നൽകേണ്ടവരാണ് വില്ലേജ് ഓഫീസേഴ്സ്. വില്ലേജ് ഓഫീസുകളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ റവന്യൂ മന്ത്രിയായിരിക്കുമ്പോൾ ഒറ്റയടിക്ക് 600 വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങൾ പണി തീർത്തു. പക്ഷേ ഇപ്പോഴുള്ള മാർസ് വില്ലേജ് ഓഫീസിൻ്റെ സൗകര്യങ്ങൾ അതില്ല. അതിപ്പോൾ ഏറ്റവും ആധുനികമായി തീർക്കുകയും സർവീസ് എല്ലാം സ്മാർട്ടാക്കി. യോഗത്തിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ BN സിനിമോളെ ADM ഷൈജു P ജേക്കബ് ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാംകുന്നേൽ, മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ജേക്കബ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ A ജയൻ, ജീന അനിൽ, തൊടുപുഴ തഹസിൽദാർ U രാജീവ്, വിവിധ രാഷ്ട്രീയ നേതാക്കൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് യൂണിയൻ ഇടുക്കി ജില്ലാ SSK ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മേരി ഉദ്ഘാടനം ചെയ്തു. KSTA ഇടുക്കി ജില്ലാ സെക്രട്ടറി MR അനിൽകുമാർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു.
കഴിഞ്ഞ 22 മാസമായി സമഗ്ര ശിക്ഷ കേരളയ്ക്ക് നൽകുവാനുള്ള അർഹമായ കേന്ദ്ര ഫണ്ട് അടിയന്തരമായി കൊടുത്തു തീർക്കുക, പ്രതിമാസ വേതനം 5-ാം തീയതിക്കുള്ളിലായി നൽകുക, സമഗ്ര ശിക്ഷ കേരളയിലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ ഫുൾ ടൈം അധ്യാപകരായി നിയമിക്കുക, തുല്യ ജോലിക്ക് തുല്യവേതനം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSSTSU സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധ കൂട്ടായ്മയുടെ ഭാഗമായി ഇടുക്കി ജില്ലാ SSK ഓഫീസ് മുന്നിൽ നടത്തിയ ധർണ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മേരി ഉദ്ഘാടനം ചെയ്തു. തികച്ചും ന്യായമായ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടത്താൻ തീരുമാനിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡാണ് കഴിഞ്ഞ 22 മാസക്കാലമായി നിങ്ങൾക്ക് വേതനം തരുന്നതിനടക്കം ലഭിക്കേണ്ട കേന്ദ്ര വിഹിതം നിഷേധിച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിക്കുകയും അതോടൊപ്പം കേന്ദ്ര വിഹിതം കൃത്യമായി ലഭിക്കണം എന്നൊരാവശ്യമാണ് ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്നത്. മറ്റൊരാവശ്യം എന്ന് പറയുന്നത് എല്ലാ മാസവും 5-ാം തീയതിക്കകം വേതനം ലഭിക്കണം എന്നുള്ളതാണ്. ഇന്ന് ലോകത്ത് എല്ലായിടത്തും അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് തുല്യ ജോലിക്ക് തുല്യവേതനം. ഇന്ത്യൻ ഭരണഘടനയുടെ 39-ാം ആർട്ടിക്കിൾ അത് വിഭാവനം ചെയ്യുന്നതും ഇന്ത്യയിൽ തുല്യ ജോലിക്ക് തുല്യ വേതനം കൊടുക്കണം എന്നുള്ളതാണ്. യാതൊരുവിധ ലിംഗവിവേചനവുമില്ലാതെ ഒരേ സ്വഭാവമുള്ള ജോലി ചെയ്യുന്ന ആളുകൾക്ക് തുല്യ ജോലിക്ക് തുല്യവേതനം നൽകുക എന്ന ഇന്ത്യൻ ഭരണഘടനയുടെ തീരുമാനവും ഇന്ത്യൻ ലേബർ കോൺഫറൻസിന്റെ തീരുമാനവും ഇവിടെ നടപ്പിലാക്കണമെന്നാണ് മറ്റൊരാവശ്യം നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. യോഗത്തിൽ KSTA ഇടുക്കി ജില്ലാ സെക്രട്ടറി MR അനിൽകുമാർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. യോഗത്തിൽ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ES സിജിമോൾ സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം ജോണി V കൃതജ്ഞതയും രേഖപ്പെടുത്തി. ജില്ലയിലെ 7 BRCകളിലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ ധർണയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ശമ്പള പരിഷ്കരണ കമ്മീഷനെ വെക്കാത്തതിൽ പ്രതിഷേധിച്ച് KPST ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. KPSTA സംസ്ഥാന സെക്രട്ടറി PM നാസർ മുഖ്യ പ്രഭാഷണം നടത്തി. 12-ാം ശമ്പള പരിഷ്കരണം പ്രാബല്യത്തിൽ വരേണ്ട തീയതി കഴിഞ്ഞ് 1 വർഷമായിട്ടും ശമ്പള പരിഷ്കരണ കമ്മീഷനെ പോലും വയ്ക്കാത്തതിൽ പ്രതിഷേധിച്ച് KPST ഇടുക്കി ജില്ലാ കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുടെ ചികിത്സയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിന് ആവശ്യമായ പണം പോലും ലഭ്യമാക്കാതെ സർക്കാർ രോഗികളെ ദുരിതക്കയത്തിലാക്കുന്നത് അനുവദിക്കാനാവുന്നതല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യ കേരളത്തിൽ ഒരുപാട് സർക്കാരുകൾ അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഒരുപാട് സർക്കാരുകളെ വിലയിരുത്താനുള്ള അവസരം ജനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അന്നൊന്നും കാണാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങളാണ് ഇന്ന് കേരളത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം കേരളത്തിലെ പൊതുസമൂഹം വലിയ ഉത്കണ്ഠയോടും ആശങ്കയോടും കൂടിയാണ് നോക്കിക്കാണുന്നത്. എല്ലാ മേഖലയിലും പ്രതിസന്ധിയാണ്. പ്രതിസന്ധിയില്ലാത്ത ഒരു മേഖലയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ സർക്കാരിന് ആകെ അറിയാവുന്ന ഒരു കാര്യം കടമെടുക്കുക എന്നത് മാത്രമാണ്. കടമെടുക്കുന്ന പണം സംസ്ഥാനത്തിനും ജനങ്ങൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും മറ്റ് ജീവനക്കാർക്കും എല്ലാം ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കുന്ന കാര്യത്തിൽ ഈ സംസ്ഥാന സർക്കാരിന് ലബലേശം പ്രതിബദ്ധതയില്ല എന്നതിൻ്റെ സൂചനകളിലാണ് നമ്മൾ ഈ സമീപ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. അധ്യാപകരുടെയും ജീവനക്കാരുടെയും ന്യായമായ അവകാശങ്ങളായ ശമ്പള പരിഷ്കരണം DA സമയബന്ധിതമായി നൽകാത്തതിൽ KPSTA ശക്തമായി പ്രതിഷേധിച്ചു. അനുവദിച്ച DAയിൽ 3 ഗഡുക്കളിലായി 117 മാസത്തെ DA കുടിശ്ശിക നൽകാത്തത് സാധാരണ സർക്കാർ ജീവനക്കാരുടെ ജീവിതം ദുസ്സഹമാക്കി. അതോടൊപ്പം 5 തവണകളായി 18% DA കുടിശ്ശിക ഇപ്പോഴും അനുവദിച്ചിട്ടില്ല എന്നുള്ളത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നതല്ല. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആശ്രിത നിയമനത്തിന് യാതൊരു ന്യായീകരണവുമില്ലാത്ത തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുകയും എയ്ഡഡ് മേഖലയിലെ ആശ്രിത നിയമനം നിർത്തലാക്കുകയും ചെയ്തത് സ്വകാര്യ മാനേജ്മെന്റുകളെ സംരക്ഷിക്കുന്നതിനാണ് എന്ന് ധർണയിൽ മുഖ്യപ്രഭാഷണം നടത്തിയ സംസ്ഥാന സെക്രട്ടറി PM നാസർ അഭിപ്രായപ്പെട്ടു.
ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ബിജു ഐസക്കിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധർണാ സമരത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബിജോയ് മാത്യു, സംസ്ഥാന കൌൺസിലർ സജി മാത്യു, ജില്ലാ സെക്രട്ടറി സുനിൽ ടി തോമസ്, ജില്ലാ ട്രഷറർ ഷിൻഡോ ജോർജ്, ഭാരവാഹികളായ CBK ജോർജ്, രാജിമോൾ ഗോവിന്ദ്, സീനിയർ ട്രീസ GSM അലക്സ്, ജിബിൻ ജോസഫ്, ദീപു കെ ജോസ്, രതീഷ് VR, ലിജോമോൻ ജോർജ്, ഷിൻഡോ ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. IMAയുടെ നേതൃത്വത്തിൽ ദേശീയ ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പുന്നൂസ് ഉദ്ഘാടനം നിർവഹിച്ചു. കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK തോമസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. IMAയുടെ നേതൃത്വത്തിൽ IMA ഹൌസ് നടുക്കണ്ടത്ത് വെച്ച് ദേശീയ ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പുന്നൂസ് ഉദ്ഘാടനം നിർവഹിച്ചു. കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK തോമസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഒരു ഡോക്ടർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അന്ന് വളരെ സീനിയറായിട്ടാണ് നമ്മൾ സീനിയറാണെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പം കണ്ടാൽ ഞാനാ സീനിയർ എന്ന് പറയും ആൾക്കാർ. അദ്ദേഹം ഇപ്പോഴും പഴയതിൽ ചെറുതായിട്ടിരിപ്പം. അപ്പം അതിന് തന്ന ഒരു മറുപടിയും ആ സഹായവും ഒക്കെ എങ്ങനെ നമ്മുടെ പ്രൊഫഷനിലുള്ള ആൾക്കാരെ നമ്മൾ സഹായിക്കണമെന്നുള്ളത്. അപ്പം ഇന്ന് രാവിലെ മുതൽ നമ്മുടെ എല്ലാവരുടെയും ഫോണിനകത്ത് മെസ്സേജുകൾ വന്ന് നിറയുന്നുണ്ട്. ഹാപ്പി ഡോക്ടേഴ്സ് ഡേ, ഹാപ്പി. ഇപ്പം ഇവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹാപ്പി ഡോക്ടേഴ്സ് ഡേ എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഡോക്ടേഴ്സ് റിയലി ഹാപ്പി? ഡോക്ടർമാർ യഥാർത്ഥത്തിൽ ഹാപ്പിയാണോ? നമ്മൾ ഹാപ്പിനെസ്സൊക്കെ അയക്കുന്നവർ നമ്മൾ ഇമോജി അയക്കും, നമ്മൾ കൈകൂപ്പും, നമ്മൾ നമ്മുടെ മൊബൈലിൻ്റെ ഉപയോഗിക്കാനുള്ള വൈദഗ്ധ്യം അനുസരിച്ച് പല രീതിയിലുള്ള റെസ്പോൺസൊക്കെ കൊടുക്കും. പക്ഷേ ഡോക്ടർമാർ പൊതുവേ ഹാപ്പിയാണോ എന്നുള്ളത് ഞാനൊരല്പം ഒന്ന് സെർച്ച് ചെയ്തേക്കാമെന്ന് നോക്കി. സീനിയർ ഡോക്ടർമാരായ ഡോക്ടർ ആനി ജോസ്, ഡോക്ടർ ജോർജ് തോമസ് എന്നിവരെ IMA തൊടുപുഴ ആദരിച്ചു. ചടങ്ങിൽ 50 വർഷത്തെ ക്ലിനിക്കൽ സേവനം നടത്തിയ ഡോക്ടർ ജോസ് ജോസഫിനെ പ്രത്യേകം പൊന്നാട അണിയിച്ചും ആദരിച്ചു. ഇടുക്കി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് അജി PN സ്വാഗതം ആശംസിച്ചു. ഡോക്ടർ സോബി തോമസ് അധ്യക്ഷത വഹിച്ചു. IMA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുദർശൻ K, IMA ഇടുക്കി ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ഡോക്ടർ സുമി ഇമാനുവൽ എന്നിവർ ആശംസകൾ നേർന്നു. IMA തൊടുപുഴ സെക്രട്ടറി ഡോക്ടർ ജെറിൻ റോമിയോ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ബാങ്കിംഗ് ഇൻഷുറൻസ് മേഖലയിലെ ജീവനക്കാർ സംയുക്ത പ്രതിഷേധ ധർണ നടത്തി. തൊടുപുഴ യൂണിയൻ ബാങ്ക് ശാഖയ്ക്ക് മുൻപിൽ നടന്ന ധർണാ സമരത്തിൽ AIBEA ഇടുക്കി ജില്ലാ സെക്രട്ടറി നഹാസ് P സലീം അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ജൂലൈ 9 ആഹ്വാനം ചെയ്തിരിക്കുന്ന ദേശീയ പണിമുടക്കിന് മുന്നോടിയായി ബാങ്കിംഗ് മേഖലയിലെയും ഇൻഷുറൻസ് മേഖലയിലെയും ജീവനക്കാർ ധർണ നടത്തി. പൊതുമേഖലയെ ശാക്തീകരിക്കുക, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപ തീരുമാനം പിൻവലിക്കുക, ആവശ്യത്തിന് സ്ഥിര നിയമനങ്ങൾ നടത്തുക, ഔട്ട്സോഴ്സിംഗും കരാർ തൊഴിലും ഒഴിവാക്കുക, കോർപ്പറേറ്റ് കിട്ടാക്കടങ്ങൾ തിരിച്ചുപിടിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പണിമുടക്ക് നടത്തുന്നത്. ബാങ്കിംഗ് മേഖലയിൽ നിന്നും AIBEA, BFI, AIBOA എന്നീ സംഘടനകളോടൊപ്പം ഇൻഷുറൻസ് മേഖലയിലെ AIIEA, GIEAA, AILICEF സംഘടനകളും പണിമുടക്കിൽ ചേരും. പണിമുടക്കിന് മുന്നോടിയായി തൊടുപുഴ യൂണിയൻ ബാങ്ക് ശാഖയ്ക്ക് മുൻപിൽ നടന്ന ധർണാ സമരത്തിൽ AIBEA ഇടുക്കി ജില്ലാ സെക്രട്ടറി നഹാസ് P സലീം അധ്യക്ഷത വഹിച്ചു. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് N സനിൽ ബാബു, ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ ചെയർമാൻ എബിൻ ജോസ്, LIC എംപ്ലോയീസ് യൂണിയൻ നേതാവ് വേണുഗോപാൽ എന്നിവർ ധർണയെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. കാരണം സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് നമ്മുടെ രാജ്യത്ത് ഏതൊരു കാര്യവും നടന്നു പോകുന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. ഓക്കെ, ഏറ്റവും നന്നായി നമ്മുടെ ബാങ്കിങ് മേഖലയും ഇൻഷുറൻസ് മേഖലയും എടുത്തു നോക്കിയാൽ നമുക്കറിയാം.
ഇപ്പോൾ LIC ഓഫ് ഇന്ത്യ, LICയുടെ സഖാക്കളൊക്കെ കുറച്ചുകൂടെ പറയും. ആരംഭിക്കുന്നത് എങ്ങനെയാണ്? മുതൽ മുടക്ക് എത്രയാണെന്നറിയോ? LIC തുടങ്ങിയപ്പോൾ 5 കോടി അല്ലേ, 5 കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ട് ആരംഭിച്ച സ്ഥാപനം LIC. ആരുടെ സഹായമൊന്നും ഉണ്ടാവേണ്ടി വന്നില്ല, വലിയ കോർപ്പറേറ്റുകളൊക്കെ ഉണ്ടായിരുന്നില്ലേ. കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യുക. നാളെ ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു തൊഴിൽ തർക്കമുണ്ടായാൽ അത് കൃത്യമായി ചെന്ന് അവതരിപ്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ തൊഴിലാളികളെയും തൊഴിലാളി സംഘടനകളെയും ശോഷിപ്പിക്കുന്ന ഒരു നയം പുതുതായി ഉണ്ടാവുക. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം താലൂക്കിലെ 8 പട്ടയ അപേക്ഷകൾക്ക് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റിയുടെ അംഗീകാരം. താലൂക്ക് ഓഫീസിൽ ചേർന്ന ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി യോഗത്തിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. തഹസിൽദാർ അനിൽകുമാർ M, ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം, കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കോതമംഗലം താലൂക്കിലെ 8 പട്ടയ അപേക്ഷകൾക്ക് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റിയുടെ അംഗീകാരം. പതിറ്റാണ്ടുകളായി പരിഹരിക്കപ്പെടാതെ കിടന്ന 8 അപേക്ഷകളിന്മേലാണ് താലൂക്ക് ഓഫീസിൽ ചേർന്ന ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി യോഗം അംഗീകാരം നൽകിയത്. ഇരമല്ലൂർ 1, കുട്ടമ്പുഴ 3, കീരമ്പാറ 1, പോത്താനിക്കാട് 1, കുട്ടമംഗലം 1, നേരിമംഗലം 1 എന്നിങ്ങനെ 8 പട്ടയ അപേക്ഷകൾക്കാണ് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റിയുടെ അംഗീകാരം ലഭ്യമായത്. യോഗത്തിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. തഹസീൽദാർ അനിൽകുമാർ M, ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം, കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു, MS എൽദോസ്, മനോജ് ഗോപി, ജോയി PP, PM സ്കറിയ എന്നിവർ പങ്കെടുത്തു. താലൂക്കിലെ അർഹരായ മുഴുവൻ ആളുകൾക്കും സമയബന്ധിതമായി പട്ടയം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും MLA പറഞ്ഞു. നിരന്തരമായ ഇടപെടലാണ് ഗവൺമെന്റ് നല്ല നിലയിൽ തന്നെ പ്രത്യേകിച്ചും ജില്ലാ കളക്ടറടക്കം കോതമംഗലത്തിനൊക്കെ റവന്യൂ സംവിധാനം, ഇവിടെ നമ്മളൊരു സ്പെഷ്യൽ LA ഓഫീസ് അടക്കം ആരംഭിച്ചു. അങ്ങനെ സാധ്യമായ നിലയിലുള്ള ഇടപെടലുകളെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഏത് വർഷങ്ങളായി സജീവമായി ഇടപെടുന്ന സംഘടനകളൊക്കെ അവിടെയെല്ലാം കൂടി ഉണ്ടായിരുന്ന പ്രതിസന്ധികൾ ഓരോന്നും ഘട്ടഘട്ടമായി പരിഹരിക്കാൻ ശ്രമിക്കുന്നു. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഐരാമ്പള്ളി ദേവി ആഞ്ജനേയ ക്ഷേത്രത്തിലും സമീപത്തെ വീട്ടിലും മോഷണം നടത്തിയ മോഷ്ടാവിന്റേതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ക്ഷേത്രത്തിലും സമീപത്തെ വീട്ടിലെ ബൈക്കും മോഷ്ടിച്ചു മടങ്ങവേ മറ്റൊരു വീട്ടിൽ നിന്ന് ഹെൽമറ്റ് മോഷ്ടിക്കുന്ന ദൃശ്യങ്ങളാണ് CCTVയിൽ പതിഞ്ഞത്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ തൊടുപുഴ മാരിയിൽ കലിങ്കിൽ പ്രവർത്തിക്കുന്ന ട്രോണിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗിൽ 1ാം വർഷ ക്ലാസുകൾ ജൂലൈ 7-ന് ആരംഭിക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. സ്വദേശത്തും വിദേശത്തും നിരവധി തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതും പ്രമുഖ കമ്പനികളുടെ പ്ലേസ്മെന്റ് സൗകര്യങ്ങൾ ഉൾപ്പെടെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ തൊടുപുഴ മാരിയിൽ കലിങ്കിൽ പ്രവർത്തിക്കുന്ന ട്രോണിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗിൽ 1ാം വർഷ ക്ലാസുകൾ ജൂലൈ 7 തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, AC മെക്കാനിക് എന്നീ ബ്രാഞ്ചുകളിൽ ഏതാനും സീറ്റുകൾ കൂടി ഒഴിവുണ്ട്. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ രക്ഷകർത്താവുമായി നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ 9446135488. മുതലക്കോടം സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹോണേഴ്സ് ഡേ 2025 സംഘടിപ്പിച്ചു. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികളെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ വിൻസെന്റ് നെടുങ്ങാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ ആരോലിച്ചാലിൽ അധ്യക്ഷത വഹിച്ചു. മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹോണേഴ്സ് ഡേ 2025 നടത്തി. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികളെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. SSLC, +2 ക്ലാസുകളിലെ 67 കുട്ടികൾ എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയിരുന്നു. കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ വിൻസെന്റ് നെടുങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. ഇതിലേക്ക് നയിച്ച ഒട്ടേറെ ഘടകങ്ങളോട് നമുക്കറിയാം. ഇവിടുത്തെ അധ്യാപകരുടെ നിരന്തരമായ കഠിനാധ്വാനവും പരിശ്രമവും ഇതിനെ സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ മാനേജ്മെന്റ് അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തതെന്ന് എനിക്കറിയാം. PTA അതിനുവേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തതെന്ന് എനിക്കറിയാം.
അതിന് ഇവരോടൊപ്പമായിരിക്കുന്ന അധ്യാപകരെയും ഇവരുടെ മാതാപിതാക്കളെയും ഇവരോടൊപ്പം എത്തിയിരിക്കുന്ന നമ്മുടെ മുൻ പ്രിൻസിപ്പൽ പോളച്ചനെയും തുടങ്ങി ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും കൂടി ഞാൻ ഹൃദയമായിട്ട് അഭിനന്ദിക്കുകയാണ് ഈ സഭയിൽ. ഓരോ വിജയത്തിൻ്റെയും പിന്നിൽ അവർക്ക് കഠിനാധ്വാനത്തിൻ്റെ, നിശ്ചയദാർഢ്യത്തിൻ്റെ, ദൈവാനുഗ്രഹത്തിൻ്റെ കഥകൾ പറയുവാനായിട്ടുണ്ടാകുന്ന എനിക്ക് ഉറപ്പുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും റാങ്ക് മേടിച്ചു വരുന്നവർ അവിടെ ഫോട്ടോ പത്രത്തിൽ വരാറുണ്ട്. സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ ആരോലിച്ചാലിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും മദേഴ്സ് ഗ്രേസ് ആയുർവേദ ഹോസ്പിറ്റൽ സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ അമിത മണി പ്രതിഭകൾക്ക് പ്രശംസാ ഫലകം സമ്മാനിച്ചു. മുൻ പ്രിൻസിപ്പൽ ഫാദർ പൗലോസ് എടത്തൊട്ടി മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ ജിനോ ജോർജ് സ്വാഗതവും HM ജെയിംസ് ജേക്കബ് കൃതജ്ഞതയും പറഞ്ഞു. PTA പ്രസിഡന്റ് ജോർജ് കെ ജോർജ്, വാർഡ് കൗൺസിലർമാരായ സനു കൃഷ്ണൻ, ജോർജ് കെ ജോൺ, മുൻ പ്രിൻസിപ്പൽ ജിജി ജോർജ്, സ്റ്റാഫ് സെക്രട്ടറിമാരായ രാജീവ്, ഡ്രിബിജ ടോംസൺ എന്നിവർ വിജയികൾക്ക് ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, മുതലക്കോടം. വിദ്യാരംഗം കലാസാഹിത്യവേദി തൊടുപുഴ സബ് ജില്ലാതല പ്രവർത്തന ഉദ്ഘാടനവും വിദ്യാരംഗം കലാസാഹിത്യവേദി, ആർട്സ് ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ് തുടങ്ങിയ വിവിധ ക്ലബ്ബുകളുടെ സ്കൂൾ തല ഉദ്ഘാടനവും നടത്തി. തൊടുപുഴ പോലീസ് DYSP സാബു PK ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ സോട്ടർ പെരിങ്ങാരപ്പിള്ളിൽ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ DEO ഷീബ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാരംഗം കലാസാഹിത്യവേദി തൊടുപുഴ സബ് ജില്ലാതല പ്രവർത്തന ഉദ്ഘാടനവും വിദ്യാരംഗം കലാസാഹിത്യവേദി, ആർട്സ് ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ് തുടങ്ങിയ വിവിധ ക്ലബ്ബുകളുടെ സ്കൂൾ തല ഉദ്ഘാടനവും കല്ലാനിക്കൽ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. തൊടുപുഴ പോലീസ് DYSP സാബു PK ഉദ്ഘാടനം നിർവഹിച്ചു. മനോഹരമായി തീരാൻ വിവിധ ആക്ടിവിറ്റികൾ DO ശിവ മേഡം വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ഉദ്ഘാടന കർമ്മം ഷൈനി ടീച്ചറിനോടൊപ്പം ബിലാൽ ഹിന്ദി പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നും അന്തരീക്ഷങ്ങളിൽ നിന്നും വന്നവരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് നടന്നു കയറാൻ ജീവിതം എന്തുമാത്രം ദുരിതങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞതാണെങ്കിലും അവയെല്ലാം അതിജീവിച്ച് കരകയറാനുള്ള വഴികളും ദൈവം നമുക്ക് ആയി തുറന്നിട്ടിട്ടുണ്ട്. നാം അത് കണ്ടെത്തണം. സാവധാനം ചിന്തിച്ച് പ്രവർത്തിച്ച് നാം നമ്മുടെ വഴി കണ്ടെത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ പൂമ്പാറ്റയിലൊക്കെ പണ്ട് കാലത്ത് ഇപ്പോഴും ഉണ്ടാവും വഴി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് നമ്മൾ ശ്രദ്ധിച്ച് വഴി കണ്ടെത്തി കൊടുക്കും അല്ലേ. ഉറുമ്പിനോ പൂമ്പാറ്റയ്ക്കോ ഒക്കെ വഴി പൂവിലേക്ക് പോകാനുള്ള വഴി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ മുന്നേക്ക് പോകാനും നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും വഴി നമുക്ക് പെട്ടെന്ന് ദൃഷ്ടിഗോചരമാകണമെന്നില്ല. പക്ഷേ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും സ്വപ്നം കാണുകയും അതിൻ്റെ സഫലീകരണത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നാം നമ്മുടെ ലക്ഷ്യത്തിലെത്തുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് കുട്ടിക്കാലത്ത് ഇതുപോലെ ധാരാളം പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിനെല്ലാം തരണം ചെയ്ത് മാക്സിമം MAയും BEdും UG അതുപോലെ ലോ കോളേജിലും എല്ലാം പഠിക്കാൻ എനിക്ക് പറ്റി. അമ്മ വെറും കൂലിപ്പണി, പാടത്ത് കൂലിപ്പണി ചെയ്യുന്ന അമ്മയാണ്. ഈ അമ്മ എന്നെ മറ്റുള്ള മക്കളെ പഠിപ്പിക്കുകയെല്ലാം ചെയ്ത പോലെ എന്നെയും പഠിപ്പിച്ചു ഇല്ലേ. അപ്പം ഞാൻ ഇതിലല്ല, പലപ്പോഴും ഭക്ഷണം കഴിക്കാനൊന്നുമില്ല. ഇപ്പോൾ സ്കൂളിലൊക്കെ നമ്മൾ ചോറൊന്നും കൊണ്ടുപോകാനൊന്നുമില്ല അന്നത്തെ കാലത്ത്. സ്കൂൾ മാനേജർ റവറൻ ഫാദർ സോട്ടർ പെരിങ്ങാരപ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ DEO ഷീബ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. തൊടുപുഴ AEO ലീന S, ഹെഡ് മിസ്ട്രസ് ഷൈനി തോമസ്, വിദ്യാരംഗം കലാസാഹിത്യവേദി ഇടുക്കി ജില്ലാ ഡെപ്യൂട്ടി കോർഡിനേറ്റർ വിവിഷ് V റോൾഡൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും സമ്മാനദാനവും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. Second standard 10A. നിർമ്മാണം ഫസ്റ്റ് അലോണ മേരിയ.
Second, Prasangam. Second, Andrea M. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻ ഒരുക്കിക്കൊണ്ട് പറയം ചാലിസ് ജുവലേഴ്സിന്റെ പുതിയ ഷോറൂം വ്യാഴാഴ്ച പ്രവർത്തനം ആരംഭിക്കും. പ്രശസ്ത നടിയും നർത്തകിയുമായ കൃഷ്ണപ്രഭയുടെ സാന്നിധ്യത്തിൽ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം നിർവഹിക്കും. കാൽനൂറ്റാണ്ടായി തൊടുപുഴ ജ്യോതി ബസാറിൽ പ്രവർത്തിച്ചു വരുന്ന പറയം ചാലിൽ ജുവലേഴ്സ് പുതിയ ഷോറൂമിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കും. അതിനൂതന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് പുതിയ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ആന്റിക്, ചെട്ടിനാട്, കുന്തൻ, കുവൈറ്റി, ടർക്കിഷ്, നഹാസ, രാജ്കോട്ട് ഡിസൈനുകളുടെയും കമനീയ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ അമ്പാടി ഹോട്ടലിന് എതിർവശത്ത് പറയം ചാലിൽ ബിൽഡിംഗിൽ ആരംഭിക്കുന്ന പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം കെ ദീപക് നിർവഹിക്കും. പ്രശസ്ത നടി കൃഷ്ണപ്രഭ, ഗോൾഡ് മർച്ചന്റ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് വർക്കി കാക്കനാട്, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ, വാർഡ് കൗൺസിലർ ജയലക്ഷ്മി ഗോപൻ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കും. ഉദ്ഘാടന ദിനത്തിലും തുടർന്നും ഏവരുടെയും സ്നേഹവും സഹകരണവും അഭ്യർത്ഥിക്കുന്നുവെന്ന് മാനേജ്മെന്റ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 25 വർഷക്കാലമായി തൊടുപുഴ ജ്യോതി ബസാറിൽ പ്രവർത്തിച്ചിരുന്ന പറയം ചാലിൽ ജുവലേഴ്സിൻ്റെ രണ്ടാമത്തെ ഷോറൂം തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ അമ്പാടി ഹോട്ടലിന് എതിർവശത്തായി വ്യാഴാഴ്ച 10 മണി മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. നാളിതുവരെ ഞങ്ങളോട് സഹകരിക്കുകയും ഞങ്ങളെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾക്ക് ഊർജ്ജം പകരുകയും ചെയ്ത കസ്റ്റമേഴ്സിന് ആദ്യമായി നന്ദി പറയുന്നു. തുടർന്നും നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വ്യാഴാഴ്ച 10 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന വേളയിലേക്കും തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം, സഹകരണം എല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഉദ്ഘാടന ദിവസം ക്യാഷ് പർച്ചേസിന് മാത്രം കേരള മോഡൽ സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയില്ല. ഡിസൈനർ ആഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും ഡയമണ്ട്, പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും ലഭ്യമാണ്. ഉദ്ഘാടന സമയത്ത് സന്നിഹിതരായിരിക്കുന്നവരിൽ നിന്നും നറുക്കെടുത്ത വിജയികളായ 3 പേർക്ക് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനവും നൽകും. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. IMA കോതമംഗലം ബ്രാഞ്ചിന്റെയും കോതമംഗലം റിലയൻസ് ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിൽ ഡോക്ടേഴ്സ് ദിനാചരണം നടത്തി. IMA കോതമംഗലം ജൂനിയർ ഡോക്ടേഴ്സ് നെറ്റ്വർക്ക് JDN നാഷണൽ ചെയർമാൻ ഡോക്ടർ ശ്രീജിത്ത് N. കുമാർ ഉദ്ഘാടനം ചെയ്തു. എൽദോ മാർ ബെസേലിയോസ് കോളേജ് ചെയർമാൻ പ്രൊഫസർ ബേബി M. വർഗീസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. IMA കോതമംഗലം ബ്രാഞ്ചിന്റെയും കോതമംഗലം റിലയൻസ് ഫൗണ്ടേഷന്റെയും ആഭിമുഖ്യത്തിൽ ഡോക്ടേഴ്സ് ദിനാചരണം നടത്തി. കോതമംഗലം IMA ഹാളിൽ നടന്ന ഡോക്ടേഴ്സ് ഡേ ദിനാചരണം IMA കോതമംഗലം ജൂനിയർ ഡോക്ടേഴ്സ് നെറ്റ്വർക്ക് JDN നാഷണൽ ചെയർമാൻ ഡോക്ടർ ശ്രീജിത്ത് N. കുമാർ ഉദ്ഘാടനം ചെയ്തു. There was a debate on who was young and who was old, and all of them staying there, Baby Matthew said that his gang were just telling me their year of entry into the medical college. In fact, sir entered in 67, I told I was born that year. Then another sir told he was in 65 batch. Sir went to UAE in 1975. So just for a moment, get back to our memories. And for all of us sitting here, all the doctors sitting here, undoubtedly the luckiest, the proudest day in our life was the day when we got admission to the medical college. Still we remember that. All others consider. Because that is what made us a doctor, about which we are proud of every moment. എൽദോ മാർ ബെസേലിയോസ് കോളേജ് ചെയർമാൻ പ്രൊഫസർ ബേബി M. വർഗീസ് മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ ഡോക്ടർ ശിവപ്രിയ N. ചെയർപേഴ്സണായും ഡോക്ടർ മുനീർ P. കരീം സെക്രട്ടറിയായും ഡോക്ടർ നിഖിൽ ജോർജ് ട്രഷററായും സ്ഥാനമേറ്റു. IMA കോതമംഗലം പ്രസിഡന്റ് ഡോക്ടർ ലിസ തോമസ്, സെക്രട്ടറി ഡോക്ടർ സിനി ഐസക്, റിലയൻസ് ഫൗണ്ടേഷൻ ചെയർമാൻ ജോസുകുട്ടി സേവ്യർ, റിലയൻസ് CEO ജെയ്മോൻ ഐപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം നടത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു. അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും നടന്നു. അതിലും ഡോക്ടർ നിഖിലാണ് നമ്മുടെ JDN ട്രഷററാണ്.
വളരെ ചുരുക്കം പേരെ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാൻ ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടയ വിതരണത്തിൽ സർക്കാർ ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിയെന്ന് മന്ത്രി കെ രാജൻ. മണക്കാട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് മന്ദിരം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് യൂണിയൻ ഇടുക്കി ജില്ലാ SSK ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മേരി ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണ കമ്മീഷനെ വെക്കാത്തതിൽ പ്രതിഷേധിച്ച് KPST ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ബാങ്കിംഗ്, ഇൻഷുറൻസ് മേഖലയിലെ ജീവനക്കാർ സംയുക്ത പ്രതിഷേധ ധർണ നടത്തി. കോതമംഗലം താലൂക്കിലെ 8 പട്ടയാപേക്ഷകൾക്ക് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റിയുടെ അംഗീകാരം. താലൂക്ക് ഓഫീസിൽ ചേർന്ന ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി യോഗത്തിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.